എല്ലാ പ്രേക്ഷകർക്കും ബി ഫോർ ബെറ്റർ ലൈഫ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ടാരോട്ട് കാർഡ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ട് കളയുക. പക്ഷേ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോൾ കണ്ടാലും നിങ്ങൾക്കത് ബാധകമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഫയലാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തിയുമായുള്ള ഒരു റീയൂണിയൻ ഇനി സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അതിനുള്ള തെളിവുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തിയും നിങ്ങളും അഗാധമായി സ്നേഹിക്കുന്നുണ്ട്. പരിധികളില്ലാതെ നിങ്ങളും ആ വ്യക്തിയും സ്നേഹിക്കുന്നുണ്ട്. എത്ര മറച്ചു വെച്ചാലും എത്ര ഒളിച്ചു വെച്ചാലും ആ സ്നേഹം മാറുന്നില്ല. നിങ്ങൾ തമ്മിൽ കൂടുതൽ അടുത്തു അകന്നു, ഇനിയൊരു അടുപ്പമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അതുതന്നെയാണ് റീയൂണിയൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിലേക്ക്, ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും എത്തും. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒക്കെ സാക്ഷാത്കരിക്കും. റീയൂണിയൻ എന്തായാലും സംഭവിച്ചിരിക്കും. നിങ്ങൾ ഒരുമിച്ച് പോകുന്നതിൻ്റെ ഒരു ചെറിയ ഇടവേള മാത്രമാണ് ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ദിനങ്ങൾ സംജാതമാകും. നിങ്ങൾക്കൊരുമിച്ച് പോകാതിരിക്കാനും കഴിയില്ല. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ആ ഇഷ്ടവും സ്നേഹവും നിങ്ങളുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കുന്ന ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരിക്കലും അകലാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ അകന്നു നിൽക്കുന്ന ആ ഫീലിങ്സ്, നിങ്ങളിപ്പോൾ അകന്നു നിൽക്കുന്ന അവസ്ഥ, അതിനെ മറികടന്ന് നിങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയും ചെയ്യും. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പരസ്പരമുണ്ട്. ഫിസിക്കലി ഒരു പക്ഷേ നിങ്ങൾ അകന്നിരിക്കാം, പക്ഷെ മാനസികമായിട്ട് നിങ്ങൾക്കൊട്ടും അകലാൻ കഴിയില്ല. വെറുപ്പും വാശിയൊക്കെ കാണിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ രണ്ട് മനസ്സുകളും പരസ്പരം തേടുകയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയുകയും ചെയ്യും. നിങ്ങൾക്ക് എത്ര നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുമ്പോഴും പരസ്പരം സഹായം ചോദിക്കാൻ നിങ്ങൾ വെമ്പൽ കൊള്ളുന്നത് മറ്റൊരാളോട് തന്നെയാണ്. എത്ര പിണക്കത്തിലാണെങ്കിലും എത്ര പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾ ആ അകൽച്ചകളെ അടുപ്പിക്കുന്ന സാഹചര്യം തന്നെ നിങ്ങൾക്കുണ്ടാവും. ഒരിക്കലും അകന്ന് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല, അകന്ന് പോകില്ല. അകന്ന് പോകുക എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും സംഭവ്യമല്ല. നിങ്ങളുടെ പരസ്പര ഇഷ്ടവും സ്നേഹവും എന്നെന്നും നിലനിൽക്കുകയും അതിനെ ആർക്കും തകർക്കാൻ കഴിയാത്തതുമാണ്. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരുമിച്ച് തന്നെ പോകും. അല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. കാരണം നിങ്ങൾക്ക് പരസ്പരം നിങ്ങളെ തന്നെ വേണം. അല്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഏത് വെല്ലുവിളികളെയും നേരിട്ട് ഒരുമിച്ച് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതും. ആ വെല്ലുവിളികളെയും ആ നോ കോണ്ടാക്ട് സിറ്റുവേഷനെയും തീർച്ചയായിട്ടും നിങ്ങൾ അതിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് ആ വെല്ലുവിളിയെയും നോ കോണ്ടാക്ട് സിറ്റുവേഷനെയും മറികടന്നുകൊണ്ട് ജീവിതത്തിൽ പോസിറ്റീവായിട്ട് പോകാൻ സാധിക്കും, പോസിറ്റീവായിട്ട് എത്താൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ എല്ലാ മംഗളമായിട്ട് ഭവിക്കുകയും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും. നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്ന മഹത്തായ അനുഗ്രഹം അതുതന്നെയാണ്. ഏത് വെല്ലുവിളിയിലെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. സമ്മർദ്ദങ്ങളും മാനസികമായ വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരുപാട് പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ച് നെഞ്ചുരുകുന്ന അവസ്ഥയുണ്ടാവും. പക്ഷെ മുകളിലുള്ള ശക്തി നിങ്ങളെ യഥാർത്ഥ വഴിയിലൂടെ നയിക്കും. നിങ്ങളിടയ്ക്ക് ആ ശക്തിയെ മറന്നു പോകുന്ന അവസ്ഥയുണ്ട്. അതുതന്നെയാണ് നിങ്ങൾ പ്രതിസന്ധിയിലേക്ക് വരുന്നതും. നിങ്ങൾ ആ ശക്തിയെ മറക്കണ്ട. നിങ്ങളുടെ പ്രേരക ശക്തി, നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ നിങ്ങൾ ഒരിക്കലും മറന്ന് മുന്നോട്ട് പോകണ്ട. നിങ്ങൾ ആ ശക്തിയെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ചില ചേതനകൾ, ചില പ്രതിസന്ധികൾ, നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിലുണ്ടാകുകയും അങ്ങനെ അതിനെ മറ്റുള്ള ആളുകൾ അത് വിപുലപ്പെടുത്തി
വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചതിലൂടെയാണ് ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉണ്ടായത്. നിങ്ങളുടെ രണ്ടുപേരുടെയും ചോയ്സ് അല്ലായിരുന്നു അത്. മറ്റുള്ളവർ അതിനുശേഷം നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിൽ വലിയ തരത്തിലുള്ള ദുഃഖം അതുമായിട്ടുണ്ടായി. മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ച ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനാണ്. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നോ കോൺടാക്ട് സിറ്റുവേഷൻ ഉണ്ടായതല്ല. അത് ബാലൻസ് ചെയ്യപ്പെടും. ഇനി ആ പ്രതിസന്ധി ഉണ്ടാകുകയില്ല. നിങ്ങൾ ഏതെല്ലാം പ്രതിസന്ധിയാണോ അറിഞ്ഞ് കേട്ട് മനസ്സിലാക്കിയത് അതിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായിട്ടും ആ നോ കോൺടാക്ട് സിറ്റുവേഷനെ മറികടന്ന് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾക്ക് ഊർജം ലഭിക്കുകയും നിങ്ങൾക്ക് ശക്തി ലഭിക്കുകയും നിങ്ങൾ ആ നോ കോൺടാക്ട് സിറ്റുവേഷനെ മറികടന്ന് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതിനുള്ള ശക്തി നിങ്ങൾക്ക് ആ പോസിറ്റീവ് എനർജി നൽകും. തീർച്ചയായിട്ടും ബാലൻസ് ചെയ്യുമ്പോൾ ആ പ്രതിസന്ധികളെ നിങ്ങൾ അതിജീവിക്കും. ഇപ്പോഴുള്ള പ്രതിസന്ധി നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ശക്തി അത് തന്നെയാണ്. മനസ്സിലാക്കി പരസ്പരം അറിഞ്ഞ് പ്രതിസന്ധികളെ കണ്ടറിഞ്ഞ് പ്രതിസന്ധി നിങ്ങൾക്ക് ഒന്നുമല്ലാതെയാവും. മുകളിലുള്ള ശക്തിയുടെ അനുഗ്രഹത്താൽ പ്രതിസന്ധികളെ നിങ്ങൾ തീർച്ചയായിട്ടും അതിജീവിക്കും. ആ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകും. അത് നിങ്ങൾക്ക് കരുത്ത് പകരും. മോശമായ ചില അവസ്ഥകളുണ്ടായിട്ടുണ്ടായിരുന്നു, മോശമായ ചില സമയങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ആ മോശാവസ്ഥയെ മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. ആ മോശാവസ്ഥയെ മറികടന്ന് പോസിറ്റീവ് എനർജിയോടെ കരുത്തുറ്റ പാതയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതിൽ നിങ്ങൾ വിജയിക്കും. അതിൽ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ഉണ്ടാവും. ആ നഷ്ട കാലഘട്ടം, മനസ്സിൽ വിഷമമുണ്ടായ കാലഘട്ടം, അകൽച്ച സമ്മാനിച്ച കാലഘട്ടം, അത് ഒരു പഴങ്കഥ മാത്രമാണ്. ആ പഴങ്കഥ മാറ്റിമറിച്ചുകൊണ്ട് പോസിറ്റീവ് എനർജിയോട് നിങ്ങൾ മുന്നോട്ട് പോകും. മനസ്സിലുള്ള അകൽച്ച ഈശ്വരൻ മാറ്റിത്തരും. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയോട് നിങ്ങൾ തീർച്ചയായിട്ടും മനമുരുകി പ്രാർത്ഥിക്കുക. ആ അകൽച്ചയെ അതിജീവിച്ചുകൊണ്ട് ആ പോസിറ്റീവ് എനർജിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിർണായക കാലഘട്ടമായിട്ട് മാറും. ഈ അകൽച്ചയിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച വിഷമവും ആ വിരഹ ദുഃഖവും ആ മനസ്സുരുകലും ശരീരം തളർന്നു പോകുന്ന അവസ്ഥ പോലും നിങ്ങൾക്കുണ്ടായി. മാനസികമായിട്ടുള്ള ദുഃഖത്തിൻ്റെ ഫലം അതെല്ലാം മാറി നിങ്ങളുടെ സൗഹൃദ ബന്ധം ദൃഢപ്പെടും. എന്തും പരസ്പരം പറയാനും എന്തും പരസ്പരം കേൾക്കാനുമുള്ളൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകാത്തതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടായത്. പക്ഷെ അത് തിരുത്തപ്പെടും. നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ പോലെ എന്തും പരസ്പരം പറയാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾ അതിലൂടെ അതിജീവിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും. എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും. പോസിറ്റീവായിട്ട് പോകാൻ കഴിയും. ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.